ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ +1 ഫസ്റ്റ് പബ്ലിക് എക്സാമിന് പോകാൻ റെഡിയാവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് തന്നെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് ഈ ഫയലിനകത്തുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കാണിക്കാൻ കേട്ടോ. ഞാനിത് പോകുന്നതിന് മുന്നേ 2-3 തവണ എടുത്ത് നോക്കിയത് അതിനകത്തുണ്ടോ എന്ന്. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് അതില്ലെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് ഞാൻ 2-3 എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേന വെച്ചിട്ടുണ്ട്. ഈ പേനയൊന്നുമല്ല കേട്ടോ, കുറേ പേന ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് ബാഗിനകത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെന്താ, ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പേന, പെൻസിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ മോഡലിന് പോയിട്ട് വന്നിട്ട് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എവിടേക്കോ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിപ്പോൾ ഇരുന്ന് തപ്പി കണ്ടുപിടിക്കുകയായിരുന്നു കേട്ടോ. സമയം ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലോക്കറ്റ് കണ്ടു. അതിലാരാ, യേശു ഉണ്ട്, പിന്നെ സഹദ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക സമയമില്ലാത്ത സമയത്ത്. കുറച്ച് നേരത്തെ ഒരുങ്ങിയിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തു വന്നപ്പോൾ സമയം പോയി. ഒപ്പം നമ്മൾ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മലയാളത്തിൻ്റെ ബുക്ക് തന്നെയാണ്. അവിടെ ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് കരുതി വെച്ചതാണ്. പിന്നെ ഈ ഒരു കുരിശ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ SSLCക്ക് പോയപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു ഈ കുരിശ്. ചുമ്മാ കയ്യിരിക്കട്ടെന്ന് കരുതി. അപ്പോൾ നമ്മൾ അതിലെടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തി വെക്കണം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിട്ട് ബുക്ക് എടുത്ത് നോക്കും കേട്ടോ. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി. സമ്മറി അറിഞ്ഞു കഴിഞ്ഞാൽ മലയാളമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാമല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുങ്ങാൻ പോയി. ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഒരു 11:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ലിപ് ബാമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ് ബാമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനോടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടെ അല്ലാണ്ട് തേക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ കരുതി അങ്ങ് മിക്സ് ചെയ്ത് തേക്കാമെന്ന്. അപ്പോൾ രണ്ടും നമ്മൾ ഒരേ ക്വാണ്ടിറ്റി ആണെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല, ഒക്കെ അതൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുന്നുണ്ട് കേട്ടോ. എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഒരുങ്ങിയൊന്നും പോകണ്ടല്ലോ. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാനങ്ങ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഒപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും സൺസ്ക്രീന് 3 ഫിംഗർ റൂളിലെങ്ങാനും ഇട്ട് കൊടുക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനോടൊന്നും സമയമില്ല. നമുക്കിങ്ങനെയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് ഉണങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പൗഡറാണ് കേട്ടോ. ഞാൻ എപ്പോഴും പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോൾ എടുത്താലും കൂടിപ്പോവും. ഇതിന് ഇത് എവിടെയെങ്കിലും കൊണ്ടുവെക്കും. അപ്പോൾ നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ നോക്കി ഐലൈനർ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അല്ലാണ്ട് പോയി എഴുതിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇനി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. മുടി അഴിച്ചിടാൻ എന്തായാലും ഒന്നാമത് ചൂടാണ്. പിന്നെ എക്സാം എഴുതുമ്പോൾ ഡിസ്റ്റർബ് ആയാലോ, അതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് പിന്നെ ഇടുകയാണ് കേട്ടോ ചെയ്തത്. ആകെക്കൂടി 4-3-7 മുടിയേ ഉള്ളൂ. കിടക്കുന്ന കണ്ടോ കോഴിവാല് പോലെ. എനിക്ക് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ചേരത്തില്ല കേട്ടോ, മുടിക്കുള്ളില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ബാഗിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം വെള്ളം കുടിക്കാൻ തോന്നിയാലോ. ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കിയില്ല ഉറക്കം വരത്തില്ല. അങ്ങനെയല്ല, എഴുതാൻ പറ്റത്തില്ല, മീൻസ് എത്ര സമയമുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എഴുതാനാണ്. മലയാളത്തിലൊന്നും സമയം കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലെ നമ്മളെപ്പോഴും ആരുടെയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരത്തില്ലേ. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോകാൻ കേട്ടോ. അധികം ഒന്നും ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ മീൻസ് സ്കൂളിൽ പോകുമ്പോഴൊന്നും അങ്ങനെ ഇടാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കാണുന്നവർക്കെല്ലാം അറിയത്തുള്ളൂ ഇടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതൊക്കെ പോട്ടെ. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഒപ്പം ഞാൻ പോയി എക്സാം എഴുതിയിട്ട് വരാം കേട്ടോ. വന്നിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ. ഒപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എല്ലാവർക്കും ടാറ്റാ.